ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. അവിടെ ഞാൻ നേരെ ചെന്നത് എന്റെ കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലേക്ക്. ചെന്ന് കയറിയ പാടെ അവിടെ ഒരു ജനറേറ്റർ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ഒരു പഴയ ജനറേറ്റർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കല്യാണത്തിന് പാട്ട് പാടാൻ വന്നതോ അരിസ്റ്റോ സുരേഷ്. അടുത്ത് പാടാൻ വന്നത് ബേബി ജീനു. പഞ്ചാരപാത്രത്തിൽ പാഞ്ഞു കേരള ചിന്തപ്പം കാലിപ്പത്തും വേണ്ടി വന്ന ചിന്തപ്പെട്ടും മച്ചുമ്പത്തും പറഞ്ഞ പറഞ്ഞു മാടകപ്പെട്ടിട്ട് പറയുന്നത് കൂടെ കുറെ കടിച്ച് നായി കിട്ടാത്ത പുണ്യം കിട്ടും ബാബ വന്ന് പറഞ്ഞാലും മാറില്ലോട്ടോ. എന്റെ മുമ്പിൽ വന്ന് പെട്ടാ പോലെ അന്ന് തീരും എന്റെ ചേട്ടൻ മാറി നിൽക്കുക. മാമ പോട്ടെ കേർക്ക് കേട്ടുപോട്ടെ. ചക്കരയും പെണ്ണിനെ ഞാൻ ഹെലികോപ്റ്ററിന് കയറ്റി എയർപോർട്ടിലേക്ക് വിട്ടു. എയർപ്ലെയിൻ ലാൻഡ് ചെയ്തു. എന്നിട്ട് ഞാനൊരു വണ്ടി എടുക്കാൻ വേണ്ടി ഒരു ഷോറൂമിലേക്ക് ചെന്നു. ഫസ്റ്റ് എന്റെ ബൈക്ക്. RX 100 ബൈക്ക്. ബുള്ളറ്റ്. നിസാൻ GTR. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സൈഡിൽ നിന്ന് ഒരാൾ ടകൻ കൊട്ടുന്നു. ഞാനൊരു സിനിമ കാണാൻ വേണ്ടി ചെന്നപ്പോ അവിടെ ബോളിവുഡ് കില്ലാടി അക്ഷയ് കുമാർ നിൽക്കുന്നു. Don't make me angry. जो मैं बोलता हूँ वो मैं करता हूँ, और हाँ जो मैं नहीं बोलता हूँ वो मैं डेफिनेटली कर दूंगा. I will born a blockbuster movie next year. അവിടെ കാറ്റ് പോയ പോലെ ആരും അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോഴോ നമ്മുടെ ലാൽ. ജംഗ്ലി റമ്മി പോകുന്നതിന് മുമ്പ് നമുക്ക് ഫിറോസ് ഖാന്റെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ അന്നത്തെ പരിപാടി നമ്മളൊരു പ്രത്യേകമായ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊട്ടിത്തെറിച്ചു. ആദ്യം 100 കിലോ പടകവും 100 കിലോ ചിക്കൻ കൊടുക്കുക. എന്നിട്ട് 2 കൂടെ പൊട്ടിക്കോ. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തെങ്കിലും എടുത്ത് നോക്കാം. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് അല്ലേ രതീഷ്? എങ്ങനെയാണെന്ന് പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. മിസ്റ്റർ ബീനിൽ പട്ടിയിൽ നിന്ന് മിസ്റ്റർ ബീനിലേക്ക്. Oh.
നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മിമിക്രി തീം കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ എൻ്റെ പൂച്ചക്കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അമ്മ മീൻ വെട്ടുമ്പോൾ അവളുടെ ശബ്ദം ഇങ്ങനെയാണ്. അവൻ്റെ കൂട്ടുകാരി കിങ്ങിണിയെ കണ്ടാലോ? അച്ഛൻ കണ്ടനെ കണ്ടാലോ ഒരു ഇടി ഉറപ്പാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പട്ടി ഓടിക്കതച്ച് എന്റെ അടുക്കെ വരുന്നത്. അവന്റെ ചുറ്റിനും ഒരു ഈച്ച വട്ടവിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അവൻ അതിനെ കടിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും മിമിക്രിയുടെ തീം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള തിയേറ്ററിലേക്ക് ചെന്നു. തിയേറ്ററിലേക്ക് ചെന്നതും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ പരസ്യം തന്നെ. ആരാണ് സന്തോഷമാക്കിയിരിക്കാത്തത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇത് തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എങ്ങനെയിരിക്കും? ആരാണപ്പാ സന്തോഷായിരിക്കുന്നത്? ചാരം, ചിലയിടത്ത് പുക, ചിലയിടത്ത് ചുവ, പക്ഷെ കവത്തിലെല്ലാം മഞ്ഞയാണപ്പാ നിറം. ഇത് തന്നെ നമ്മുടെ വിനായകൻ ചേട്ടൻ പറഞ്ഞ എങ്ങനെയിരിക്കും? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. അസിംഗപ്പെടുത്തുക, ഇൻസൾട്ട് പண்ற. മനസ്സിലായോ? ഞാൻ അങ്ങനെ സിനിമ കാണാൻ തുടങ്ങി. പെട്ടെന്നാണ് സ്ക്രീനിലേക്ക് നമ്മുടെ വിജയ് സേതുപതി അഭിനയിക്കുന്ന ആ സിനിമയുടെ ട്രെയിലർ കടന്നുപോയത്. ദൈവാത്തി உனக்கு 2 நிமிஷம் டைம் தரேன். பிடிச்ச நான் கொன்னுட்டு உன்னை காப்பாத்துங்க. തിയേറ്ററിലായതുകൊണ്ട് ഞാൻ ഫോൺ സൈലന്റിലിട്ട്, പക്ഷെ എന്റെ കൂട്ടുകാരൻ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എടുത്തു. എന്നിട്ട് തിരിച്ചു വിളിച്ചപ്പോൾ അവന്റെ റിംഗ് ടൂൺ ആണെങ്കിൽ നമ്മുടെ സൗണ്ട് തോമയിലെ ആ ഗാനം. ഞാൻ അങ്ങനെ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനുണ്ടായി. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതും റിവ്യൂ പറയാൻ വേണ്ടി നമ്മുടെ ആറാട്ടണ്ണൻ അവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് ഓക്കെയാണ്. സെക്കൻഡ് ഹാഫിൽ റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഇടിയുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് ആവറേജ് പടമാണ്. സെക്കൻഡ് ഹാഫിൽ പടം കത്തി കയറിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ എനിക്ക് ഒരു റീലിലേക്ക് ഉണ്ടായത്. നോക്കിയപ്പോൾ നമ്മുടെ ബാലച്ചേട്ടന്റെ കല്യാണം. നാന് പൃഥ്വിരാജ ഉണ്ണിമുഖന്തന എന്ന ഡയലോഗ് കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു കല്യാണം കഴിച്ചത്. അവക്ക് എന്നോട് കൊന്നുനാല മുതലുള്ള പ്രേമം. അത് കണ്ടില്ല എന്ന് വെക്കാൻ ഞാൻ പൊട്ടണ? This is wrong. This is absolutely wrong. Why are you disturbing my peace? This is wrong. അങ്ങനെ ഞാൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നതും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 100688 തിരുവനന്തപുരത്ത് നിന്നും കായംകുളം വഴി പോകുന്ന മഞ്ചനാട് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉടൻ എത്തിച്ചേരുന്നതാണ്. ഞാൻ അവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്യുകയുണ്ടായി ട്രെയിനിന് വേണ്ടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വന്ദേ ഭാരത് അതുവഴി കടന്നു പോകുന്നത്. ഇത്തവണ നിങ്ങൾക്ക് ഞാൻ വന്ദേ ഭാരത് സമ്മാനമായി നൽകണു. അങ്ങനെ ഞാൻ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോഴാണ് അടുത്തുകൂടെ ഒരു പഴംപൊരിയും ചായ വയ്ക്കുന്ന ചേട്ടൻ കടന്നുപോയത്. ആ ചേട്ടന്റെ ശബ്ദം നമ്മളുടെ ലാലുവേലി ചേട്ടന്റെ ശബ്ദം പോലെ എനിക്ക് തോന്നി. പഴംപൊരി 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 പഴംപൊരി, ഉള്ളിവിട 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 ഉള്ളിവിട. ഇത് രണ്ടും എടുത്താൽ ഒരു ചായ ഫ്രീയാ. ഞാൻ ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് പഴംപൊരിയും ഉള്ളിവിടയും മേടിച്ചുകൊണ്ട് നേരെ ട്രെയിനിലേക്ക് ചെന്നു. ട്രെയിനിലേക്ക് ചെന്നതും നാവിൽ രുചിയേർന്ന ഫുഡ് ഉണ്ടാക്കുന്ന ഫുഡ് ബ്ലോഗർ ഫിറോസയ്ക്ക് പരിചയപ്പെടുണ്ടായി. അപ്പം ബ്രദറടി ഒരു മൂർക്കനക്കിട്ടുണ്ട്. അതിന് 4 മുറിച്ച് അതിൽ 4 മസാലക്ക് ഇട്ട് ഒരു മീനച്ചർ നമ്പർ
അപ്പൊ രതീഷേ ഉഷാറായിട്ട് നിൽക്കി, നമുക്ക് പണം തുടങ്ങാല്ലേ? അങ്ങനെ ഞാൻ ആ ട്രെയിനിലൂടെ യാത്രയായി. മിമിക്രിയുടെ തീം കിട്ടുന്നവരെ സിനിമയെ സ്നേഹിച്ചുകൊണ്ട് ബ്രഹ്മയെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും. താങ്ക് യു. ഇന്നത്തെ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് കുറച്ച് മിമിക്രി ആയിട്ട് നോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു KSRTC ബസ്സിന്റെ സ്റ്റാർട്ടിംഗ് സൗണ്ട് കേട്ട് നോക്കാം. അങ്ങനെ ബസ്സിൽ യാത്രയാണ്. ഏകദേശം ചോരത്തെ സമയത്ത് നല്ല ബ്ലോക്കാണ്. ബ്ലോക്ക് ബസ്സുകൾ ലോറി നല്ല കയറ്റക്കറി വരുന്നൊരു താമസമാണ്. ഒരു അടിപൊളിയായിട്ട് ഒരു വണ്ടി കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റോപ്പിലെത്തുന്ന സമയത്ത് ഏകദേശം 5 മണിയായിട്ടുണ്ടാവും. ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ അപ്പുറത്തെ വയലിൽ നിന്ന് ഒരു തവള കരയുന്ന സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. ഞാൻ ഓട്ടോ പ്രതീക്ഷയാണ് നിൽക്കുന്നത്. അപ്പോൾ ഓട്ടോ ഒന്നും കാണാത്ത സ്ഥിതിക്ക് ഞാൻ ലിഫ്റ്റ് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ബൈക്ക് എൻ്റെ അടുത്തോടെ നല്ല സ്പീഡിൽ പാസ് ചെയ്തു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറും. അങ്ങനെ എനിക്ക് ലാസ്റ്റ് ലിഫ്റ്റ് കിട്ടുന്ന വണ്ടി എന്ന് പറയുന്നത് സ്വരാജ് ബസ്സിന്റെ ടിപ്പർ ലോറിയാണ്. അപ്പൊ അതിന്റെ 4th ഗിയറിന് വേറെ സൗണ്ടാണ്. നമുക്ക് ജസ്റ്റ് കേട്ട് നോക്കാം. അദ്ദേഹം എന്നെ ഇറക്കി വിടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫുള്ള് ലോഡ് എടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഒരു JCB സ്റ്റാർട്ട് ചെയ്തിട്ട് മണ്ണൊക്കെ ജസ്റ്റ് ലെവലാക്കാണ്. പിന്നെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഡ്രൈവറിനോട് നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പൊ നടന്നു പോകുന്ന വഴിക്കൊരു ആളവിടെ നിന്നിട്ട് പുല്ല് വിട്ടാണ് വിഷുവിനെ കൊണ്ട്. അങ്ങനെ കൂട്ടുകാരന്റെ വീട്ടിലെത്തി. അപ്പൊ ഞങ്ങൾ പണ്ട് ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് വിശേഷങ്ങൾ ചോദിച്ചു. ആദ്യം തന്നെ ഞാൻ അവന്റെ അമ്മയുടെ അടുത്തോട്ടാണ് ചെന്നത്. അപ്പൊ അടുക്കള കയറിയപ്പോ തന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സൗണ്ടാണ് കുക്കർ ചീറ്റുന്നെന്ന് പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി നമ്മൾ കുറച്ച് വൈബൊക്കെ ആക്കാൻ കരുതി വിറക് കത്തിക്കാൻ വേണ്ടി ഇവ പറഞ്ഞ തീപ്പെട്ടി എടുക്കണം. അപ്പൊ തീപ്പെട്ടി എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൊള്ളി ഉണ്ടെന്ന് അറിയാൻ കുലുക്കി നോക്കും അല്ലേ. അപ്പൊ ഞാൻ ഇവന്റെ വീട്ടിലേക്ക് വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്യുന്ന വണ്ടികളുടെ ഷോ അപ്പുറത്തെ ഒരു ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രാവിലെ അവിടെ എത്തി. അൾട്ടോ മാരുതി അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ആദ്യം നമുക്കൊരു അൾട്ടോന്റെ എക്സോസിന്റെ സൗണ്ട് കേട്ട് നോക്കാം. അടുത്തൊരു മാരുതി 800 ആയാലോ. ഞങ്ങളൊരു ചായ കുടിച്ച് വന്നപ്പോഴാണ് ഒരു അന്തം ഇവിടുന്ന് കാഴ്ചേണ്ടത്. ആ ഗ്രൗണ്ടിൽ വന്ന് ഇറക്കിയിട്ടുള്ളത് ടൊയോട്ടന്റെ സുപ്രയാണ് വന്ന് ഇറക്കിയിട്ടുള്ളത്. ഫൈനലി സ്റ്റാർട്ടാക്കി ചെയ്ത് ഗ്രൗണ്ടിൽ കൂടെ ഒരു റൗണ്ട് ഓടുകയും ചെയ്തു. നമുക്ക് ഒരു വണ്ടിയിൽ ടെർബോ ആഡ് ചെയ്താൽ എങ്ങനെയാ നോക്കാം.
ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഫുള്ള് പടക്കങ്ങൾ പൊട്ടിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു പൂത്തിരിയാണ് കത്തിച്ചത്. പിന്നെ 25 പാക്കറ്റ് സ്കൈ ഷോട്ട് പൊട്ടിക്കുന്നത് ജസ്റ്റ് നോക്കാം. അടുത്ത നമുക്ക് കുറച്ച് മെഷീൻസിന്റെ സൗണ്ട് കിട്ടി നോക്കില്ല. അപ്പൊ ആദ്യം ഒരു തടി കട്ട് ചെയ്യുന്ന മെഷീന്റെ സൗണ്ട് കിട്ടി നോക്കാം. അടുത്ത നമുക്കൊരു ഡ്രില്ല് മെഷീന് പ്ലൈവുഡ് കളിക്കുന്ന സൗണ്ട് കേൾക്കാം. അടുത്തൊരു ആക്സോ ബ്ലേഡ് കൊണ്ട് PVC പൈപ്പ് കട്ട് ചെയ്യുന്ന സൗണ്ടാണ്. ഓക്കെ, എല്ലാവർക്കും എന്റെ മിമിക്രി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മിമിക്രി എന്ന അനുകരണ കലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ എവ്രി വൺ, ദിസ് ഈസ് FM റേഡിയോ 9.1. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ രഘു. കേൾക്കാം കേട്ടുകൊണ്ടേയിരിക്കാം. എത്ര കേട്ടാലും മതി വരാത്ത ചില ശബ്ദങ്ങളുണ്ട്. അതുപോലെ ഒന്നാണ് വാണി ജയറാമിൻ്റെത്. ഗാനഗന്ധർവൻ യേശുദാസ്. മലയാള സിനിമയില് ഒരുപാട് കലാകാരന്മാരും കലാകാരിമാരും ഇതുപോലെ കലോത്സവ വേദികളിൽ തിളങ്ങി നിന്ന ഒരുപാട് നിറസാന്നിധ്യങ്ങളാണ് ഇത് നിങ്ങൾ മലയാള സിനിമയിൽ കാണുന്നത്. സർവേശ്വരൻ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഞാൻ ചുരുങ്ങുന്നു. ഇനി ചില പക്ഷിജരാചരങ്ങളുടെ ശബ്ദം. അമ്പരച്ചുംബികളായ ലവ് ബേഡുകൾ. സിനിമാ താരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ആസ്വാദകരാണ്. അവരുടെ ചില ശബ്ദങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി ജനാർദ്ദനൻ സാർ. എന്താ നിന്റെ പേര്? ഓ, പൊന്നപ്പനല്ല, തങ്കപ്പൻ. തങ്കപ്പൻ തന്നടാ. മൊട്ട രാജേന്ദ്രൻ. சார் அது ஆச்சுக்கலையும் நான் தான் சார் பண்ணது. என் கண்ணாடி என் கண் முன்னாடி சார் நான் தான் சார் பண்ணது. சார் இது அவர் தப்பு சொல்லிருக்கா, മன்னிச்சிடுங்க சார், മன்னிச்சிடுங்க. മിമിക്രിയിലൂടെ സിനിമാ രംഗത്തേക്ക് വന്ന ജാഫർ അടിക്കും. എടിയോട്ടെ, നിനക്ക് ആലോചിക്കാം, രണ്ട് കാര്യമുണ്ട്. ഒന്നെങ്കിൽ ആ മകേഷിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ആ ഗൾഫാരനെ പയ്യനെ കേട്ട് ഗൾഫിൽ അടിച്ചു പൊളിച്ച് നിനക്ക് ആവശ്യത്തിന് ജീവിക്കാം. നീ എന്ത് പറയുന്നത്? ഇനി നിന്റെ തീരുമാനം. അമ്മാവിനെ ഇവിടെ തന്നെ കാണുടി. ഇനി നമുക്ക് കുറച്ച് രാഷ്ട്രീയക്കാരാണ്. ആദ്യമായി അകാലത്തിൽ നമ്മളെ വിട്ട് പൊളിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാർ. ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്നത് എനിക്ക് ഞാൻ കാര്യമായിട്ടെടുക്കാറുണ്ട്. കാരണം എന്റെ തീരുമാനങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കലോത്സവ വേദിയെ വളരെ മനോഹരമായി ആക്കുന്ന എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പഠിക്കണം, പഠിച്ച് വലിയ ആളുകളാകണം എന്ന് മാത്രം. അടുത്തതായി നമ്മൾ യൂട്യൂബ് മാധ്യമങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ
വളരെ രസകരമായ കുക്കിംഗ് ചാനലുകളുണ്ട്. അതിൽ നമ്മൾ എന്നും കൗതുകത്തോടെ ഇരുന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഫിറോസ് കുന്നുമൽ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല മീൻ പിടിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ കമന്റ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വിഷു ആശംസകൾ. വിഷുവിന് നമ്മൾ നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നമ്മളൊരു പായസം ഉണ്ടാക്കി തരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ പാലക്കാരുടെ സ്വന്തം താടിക്കാരൻ. അവളോട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പൂത്തും കാപ്പയാണ്. അവിടെ പൊണ്ടാട്ടി കേട്ട് നമ്മുടെ പൂത്തും കാപ്പയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമായിരിക്കും. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും. പാലക്കാരുടെ മറ്റൊരു വ്യക്തിയാണ് പാലാ സജി. അദ്ദേഹത്തിന്റെ കുറിച്ച് 10,000 പേര് എന്നോട് പറഞ്ഞു ഒരു പാട്ട് പാടുകയാണ്. തനിനനീ നീയാവോ തനിനനീ നീയാവോ തനിനനീ നീയാവോ തനിനനീ നീയാവോ അസ്കജബി റബകുത അലബശ മുനാകബി സതമുദുനിയവോ സതുമമസ മുനാകബി തനിനനീ നീയാവോ തനിനനീ നീയാവോ തനിനനീ നീയാവോ തനിനനീ നീയാവോ അസ്കജബി റബകുത അലബശ മുനാകബി കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും മികച്ച കണ്ടുപിടുത്തമാണ് ഹെലികോപ്റ്ററുകൾ. ഇതുപോലെ മിമിക്രി കലാവേദികൾ ഇനിയും പുരോഗമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മലയിടിഞ്ഞ് പുരയേറുത്ത പകലിനെ സ്തുതി, കാടുപൊട്ടി കാട്ടാനകൾ ചലിച്ച് രാവിലും സ്തുതി, ഉരുൾപൊട്ടൽ ഭീകരതയിലേക്ക്. മരങ്ങൾ മുറിച്ചു മാറ്റി രക്ഷാദൗത്യം. ചീറിപ്പായുന്ന ആംബുലൻസ്. ദുരന്തമുഖത്തേക്ക് പറക്കുന്ന ഹെലികോപ്റ്റർ. ദുരിതാശ്വാസ ക്യാമ്പിൽ കരയുന്ന കുഞ്ഞിൽ താരാട്ടുപാടി ഉറക്കുന്ന അമ്മ. പ്രതീക്ഷയുടെ തീവണ്ടിപ്പാത. ദുരിതവും അതിജീവിച്ച് മനുഷ്യൻ വീണ്ടും നടന്നു അമർത്തിയ ബൂട്ട്സ്. ചെലങ്കിണിഞ്ഞ നിർത്തകി അവൾ ഉത്സവപ്പറമ്പിലേക്കാണ്. ശംഖും കൊമ്പും കോയിലുമായി ഒരു മേളമാണ് ഇവിടെ. ഉത്സവപ്പറമ്പിൽ നിന്ന് മരണക്കിണർ ബൈക്ക് ഷോ.
തലമുറകൾ താണ്ടി സഞ്ചരിച്ചു ഡ്രംസിന്റെ ചടുലത. ഇതാ പോകുന്നു ശബ്ദത്തിന്റെ വേഗത, ബൈക്ക് റേസിംഗ്. നിശബ്ദമായ വേഗം ഉണർന്നു. ഡോർ തുറന്ന കാറിൽ നിന്ന് വരുന്ന DJ. ഈ കാറിന്റെ ഡോറ് പെട്ടെന്ന് അടയുകയാണ്. അതിജീവനം കലകളിലും പടർന്നു. കാന്താര സിനിമയിൽ നിന്ന് ഒരു മ്യൂസിക്. ദുരന്തമാകുന്നു. മനുഷ്യൻ ചിരിക്കുന്നുണ്ട്. താളവേദങ്ങളോടെ അവൻ മുന്നോട്ട്. ഒന്നും അവസാനിക്കുന്നില്ല. ഒരു ബിഗ് ബോക്സ്. നന്ദി, നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും ഇത്തരത്തിലൊരു ബീറ്റ് ഇഷ്ടമായി. എന്നാൽ എന്നെ അതിരാവിലെ തന്നെ എഴുന്നേൽപ്പിച്ചത് വീട്ടിലെ പൂവന്റെ പിഴയുടെയും ഇത്തരത്തിലൊരു അടിപിടിയായിരുന്നു. എഴുന്നേറ്റ സ്ഥിതിക്ക് ഒരു കുളി പാസാക്കി. പൂട്ടാൻ മറന്ന പൈപ്പും പൊട്ടി. പിന്നെയും മറന്നു. അങ്ങനെ ഡ്രസ്സിട്ട് ഞാൻ എന്റെ പുത്തൻ കാർ സ്റ്റാർട്ടാക്കി ബിലീവർ പാട്ടും വെച്ച് പോകുന്നുണ്ട്. എന്റെ കഷ്ടകാലത്തിനാവട്ടെ ഞാനൊരു ബ്ലോക്കിൽ പെട്ടു. ട്രെയിനിന്റെ വരവാണ്. അതേസമയമായിരുന്നു ഒരു കുതിര നൈസായിട്ട് എന്റെ അരികിൽ കൂടി പോകുന്നത്. എനിക്ക് ദേഷ്യം വന്നു. 4 ഭാഗത്തു നിന്നുള്ള ശബ്ദം എന്റെ ചെവിയിൽ അടിച്ചു കയറി. അങ്ങനെ അവസാനം ബ്ലോക്കായി ഞാൻ എന്റെ ചങ്ങിന്റെ കല്യാണത്തിന് പോയി. അവിടെയാട്ടെ ഗാനമണി മറ്റും. അങ്ങനെ അവിടുന്ന് അവസാനം സ്കൂട്ടായി ഞാൻ മരണക്കിണർ കാണാൻ പോയി.
കുറച്ച് കുട്ടികൾ പൂത്തിരം പ്രാട്ടം കത്തിച്ച് ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല. ഞങ്ങൾ നേരെ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി. അവിടുത്തെ പോയത് തിയേറ്ററിന്റെ ഉള്ളിൽ നിന്നുള്ള ശബ്ദങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി സിനിമ ആരംഭിച്ചു. സന്തോഷമാണ് കഥ. വളരെ വില കൊടുക്കേണ്ടി വരും. അവർക്ക് വളരെ വില കൊടുക്കേണ്ടി വരും. മമ്മൂട്ടിയുടെ ഭീഷ്മർമ്മ സിനിമ ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ മാസ് എൻട്രി സോങ് വന്നു. അങ്ങനെ അന്നത്തെ മനോഹരമായ ദിവസം കടന്നുപോയി. പക്ഷേ 2024-25 മാറിയപ്പോൾ മലയാളിയുടെ മനസ്സിൽ നിന്ന് മാറാത്ത ഒരേ ഒരു കാര്യം. നമസ്കാരം. പ്രധാന വാർത്ത. വയനാട് ജില്ലയിലെ മുണ്ടക്കയിൽ വൻ ഉരുൾപൊട്ടൽ. കേരളത്തിൽ ആദ്യമായിട്ട് ഇത്ര സമയം നടക്കുന്ന ദൃശ്യങ്ങളിലേക്ക്. പലതിനും വേണ്ടി മല്ലിടുന്ന മാനവ ഇത്തരം ദുരന്തങ്ങൾ എല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ചെന്ന് കൈകോർക്കുന്നു. മനസ്സൊന്നാവട്ടെ. നന്ദി, നമസ്കാരം.